മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം വി ഡി സതീശൻ ആദ്യമായി ഡൽഹിയിലെത്തിയത് ഇന്നലെ അർദ്ധരാത്രിയാണ്. ഇന്ന് AICC നേതൃത്വവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അതുപോലെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചയാണ് നടന്നതെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. അധ്യക്ഷ സ്ഥാനത്തേക്ക് 1.5 ഡസൻ നേതാക്കൾ അവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, മാത്യു കൊള്ളനാടൻ, ജോസഫ് വാഴക്കൻ, അങ്ങനെ പേരുകൾ നീണ്ടു പോകുന്നു. പിന്നെയും MK രാഘവനെ പോലുള്ള ചില ആളുകളുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം ഇവർക്ക് വേണ്ടി നേതാക്കളുടെ സമ്മർദ്ദം തുടങ്ങിയെന്ന് ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും KPCC DCC പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകുമെന്നാണ് നേതൃത്വത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അസിത, ഈ കാര്യത്തിൽ അസിതയുടെ ഒരു അഭിപ്രായം ആദ്യം കേൾക്കട്ടെ. SKN ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ഐമനം സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. പലപ്പോഴും ഈ കോൺഗ്രസിലെ പല സംഭവവികാസങ്ങളും കാണുമ്പോൾ ആ കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത്. അതിന്റെ അവസാനം നായിക ഒരു പുസ്തകം കൊടുക്കുന്നുണ്ട് ഐമനം സിദ്ധാർത്ഥന്. ആ പുസ്തകം എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന ഗാന്ധിയുടെ പുസ്തകമാണ്, ആത്മകഥയാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് അത് വല്ലപ്പോഴും വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും എന്നുള്ളത് തോന്നും. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് പോലെ തന്നെ സാധാരണ നിലയിൽ ശരിയാണ് 103 സീറ്റ് നേടി അധികാരത്തിൽ വന്നു. തെരഞ്ഞെടുപ്പിൽ ആ നിലയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു, സർക്കാർ രൂപീകരിച്ചു, ഇതൊക്കെ വാസ്തവമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ ചർച്ച കോൺഗ്രസിൽ എന്തായിരുന്നു? ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ആദ്യത്തെ ചർച്ച ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു. അതിൽ തട്ടി ഒരുപാട് ദിവസം അങ്ങനെ ആ ചർച്ചകൾ നീണ്ടു. പിന്നീടാണ് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരുന്നത് പോലും. തെരഞ്ഞെടുപ്പിന് ശേഷം സമാനമായ നിലയിൽ മന്ത്രിസഭയ്ക്ക് പോലും അധികാരമേൽക്കാൻ സാധിക്കാതെ, സർക്കാരിന് പോലും അധികാരമേൽക്കാൻ സാധിക്കാതെ എത്ര ദിവസം ആ ചർച്ച നീണ്ടുപോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവർ അതിനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിച്ചെങ്കിലും അത് എത്രമേൽ വലിയ അപമാനമായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. ആ നിലയിൽ പിന്നെ അവസാനം അണികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു, അവിടെ വി ഡി സതീശൻ വരുന്നു. അപ്പോൾ കോൺഗ്രസിൽ ഇതൊരു പുതിയ കാര്യമല്ല എന്നുള്ളതാണ് അന്നും എല്ലാവരും പറഞ്ഞത്. സമാനമായ നിലയിൽ ഇപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കോൺഗ്രസിന് അതൊരു പുതിയ കാര്യമായിരിക്കില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സണ്ണി ജോസഫ് മത്സരിക്കാനായി ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന നേതാവ് അപ്പോൾ സ്വാഭാവികമായും ഇനി ആ പദവി ഒഴിയും, അപ്പോൾ അതിനുവേണ്ടിയുള്ള ചരടുവലികൾ തുടങ്ങണം എന്ന് കണ്ട് അദ്ദേഹം അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ആദ്യം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത് അങ്ങനെയാണ്, കൊടിക്കുന്നിൽ സുരേഷിലൂടെയാണ് ആദ്യം അതൊരു വാർത്തയായി വരുന്നത്. മറ്റുള്ളവർ ചിലപ്പോൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കാം. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും 1 ഡസനിലധികം നേതാക്കൾ രംഗത്ത് വരികയാണ്. അവർ പല ഇക്വേഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ മുൻപിരുന്ന ആളുടെ ജാതി പറയുന്നുണ്ട്, മതം പറയുന്നുണ്ട്, ആ ആൾ തന്നെ ഇനി വേണമെന്ന് ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ജാതി തിരയുന്നുണ്ട്, മതം തിരയുന്നുണ്ട്. അപ്പോൾ ആ ആൾ തന്നെ അതേ ജാതിയിലും മതത്തിലും പെട്ട ആളിനി KPCC തലപ്പത്തേക്ക് വരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ചർച്ചയാണ് കോൺഗ്രസിൽ നടക്കുക എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ സ്വാഭാവികമായും ഇവിടെയും ഗ്രൂപ്പ് തർക്കങ്ങൾ വീണ്ടും കേൾക്കുകയാണ്. RC പക്ഷം KC പക്ഷം എന്നുള്ളത് പിന്നെയും കേൾക്കുന്നു. അതോടൊപ്പം തന്നെ വി ഡി സതീശന്റെ താല്പര്യം എന്തായിരിക്കും എന്നുള്ളത് പിന്നെയും കേൾക്കുന്നു. അപ്പോൾ ഇതൊക്കെ പതിവാണ് കോൺഗ്രസിൽ എന്നുള്ളതായിരിക്കും ഇനി എത്രയോ ദിവസം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം വ്യത്യസ്തമാണെന്നത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പോലെ അതുമായി ബന്ധപ്പെട്ട വിഷയമല്ല പൊതുസമൂഹത്തിന് KPCC തെരഞ്ഞെടുപ്പ്. കാര്യം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നമ്മൾ ഉൾപ്പെടുന്ന ഓരോ ആളുകളും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ KPCC തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിന്റെ സംഘടനാ കാര്യം മാത്രം. അതിൽ അവർ എത്രമാത്രം തമ്മിലടിക്കുന്നു, എത്രമാത്രം ഈ നിലയിലുള്ള ഇക്വേഷൻസ്, ജാതിമത ഇക്വേഷൻസ് അതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത് കോൺഗ്രസിന്റെ മുഖം വീണ്ടും പൊതുസമൂഹത്തിൽ പ്രകടമാകും എന്നതിനപ്പുറം സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെ ആശങ്കയോടെ കാത്തിരിക്കേണ്ട വിഷയമല്ല അത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.